ഹലോ. അപ്പോൾ ദാ ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു വെജിറ്റബിൾ സ്റ്റൂവിൻ്റെ റെസിപ്പി കണ്ടാലോ. അപ്പോൾ അതിനായിട്ട് ആവശ്യമുള്ളത് 3 ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തത്, ഒരു ക്യാരറ്റ് കട്ട് ചെയ്തത്, 5-6 ബീൻസ് കട്ട് ചെയ്തത്. ഇവ മൂന്നും കൂടെ ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് കുക്കറിൽ 3 വിസിൽ കേൾക്കുന്നത് വരെ വേവിച്ചെടുക്കുക. പിന്നീട് ദാ ഒരു കഷ്ണം ഇഞ്ചി ചോപ്പ് ചെയ്തത്, ഒരു സവാള ചോപ്പ് ചെയ്തത്, 2 പച്ചമുളക് ചോപ്പ് ചെയ്തത്. പിന്നീട് നമ്മളിതാ ചട്ടി ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് 2 കഷ്ണം കറുവാപ്പട്ടയും 1 കഷ്ണം ഏലക്കയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അതിലേക്ക് ഇതാ അരിഞ്ഞു വെച്ചേക്കുന്ന ഇഞ്ചിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതാ 2 പച്ചമുളക് ചോപ്പ് ചെയ്തത്. അപ്പോൾ ഇവ രണ്ടും കൂടെ ഒന്ന് പച്ചമണം മാറുന്നത് വരെ കുറച്ച് നേരം ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന ഒരു സവാളയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമുക്കത് പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടും. ഒരു ലൈറ്റ് ബ്രൗൺ കളറായി വരുമ്പോഴത്തേക്കും അതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂൺ ക്രഷ്ഡ് പെപ്പറും കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്തൊന്ന് വഴറ്റിയതിന് ശേഷം തേങ്ങയുടെ 2ാം പാൽ ചേർക്കുക. അപ്പോൾ അതാ 2ാം പാലാണ് ചേർക്കുന്നത്. അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന കഷ്ണങ്ങളും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അപ്പോൾ അത് നല്ല രീതിയിൽ തിള വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് തേങ്ങയുടെ 1ാം പാൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് 1ാം പാൽ അങ്ങനെ ഒഴിച്ചിട്ടുണ്ട്. അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യമേ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ച കാഷ്യൂ നട്ട് പേസ്റ്റ് ചെയ്തത് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ചേർക്കുക. കുറച്ചുകൂടെ കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്യുക ആവശ്യമാണെങ്കിൽ മാത്രം. പിന്നീട് ഇതാ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടുന്നുണ്ട്. അപ്പോൾ ഇതാ അങ്ങനെ നമ്മുടെ വെജിറ്റബിൾ സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്റ്റൂ ആണ്. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെയും അതേപോലെ ഇടിയപ്പത്തിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കിയത് അപ്പമാണ്. അപ്പോൾ അപ്പവും സ്റ്റൂ ആയിട്ടായിരുന്നു കഴിച്ചത്. അപ്പോൾ എല്ലാവരും എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം.